ഡ്രൈ ഫ്രൂട്ട്സ് ബേബീസിന് സേഫ് ആണോ? ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തോണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇൻഫാൻസിന് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാമോ? എപ്പം തൊട്ട് വേണം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ? അപ്പൊ ഈ ഉള്ള ഡൗട്ട്സ് എല്ലാം മദേഴ്സിനെല്ലാം കാണും, അമ്മമാർക്കെല്ലാം ഈ ഡൗട്ട് കാണും. അപ്പൊ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്, കുഞ്ഞുങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സേഫ് ആണോ? നമുക്ക് യെസ്, ഓഫ് കോഴ്സ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പിള്ളേർക്ക് കൊടുക്കാം. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പ് തൊട്ട് അല്ലെങ്കിൽ ഏത് ഏജ് തൊട്ട് വേണം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാൻ? ഡ്രൈ ഫ്രൂട്ട്സ് മെയിൻലി 6 months വരെ എന്തായാലും എക്സ്ക്ലൂസീവ്ലി നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് കൊടുക്കുന്നത്. 6 months കഴിഞ്ഞിട്ടും നമ്മൾ ഒറ്റയടിക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും പിള്ളേർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡ്രൈ ഫ്രൂട്ട്സ് നല്ല പ്രോട്ടീൻ റിച്ച്, നല്ലപോലെ ന്യൂട്രീഷൻസ് ഉണ്ട്. അത് മേ ബി കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും പിള്ളേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സോളിഡ്സ് ഒക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ചെറുത് സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് എത്ര മന്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു 8 to 9 months ഇടയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8 to 9 months ഉള്ള ബേബീസിന് എങ്ങനെ വേണം ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാൻ? 8 to 9 months ഉള്ള ബേബീസ് എന്തായാലും ശരിക്കും ചവയ്ക്കാൻ ആയിട്ടില്ല. പൗഡർ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറുക്കിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം? സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തീരെ ഒരു 1/2 teaspoon അത്രയും കൊടുത്താലും മതി. ഹെവിയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. സോളിഡ് കഴിച്ചൊന്ന് ഒരു റുട്ടീനിലോട്ടൊന്നും വന്നു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുതിർത്തിട്ട് സോക്ക് ചെയ്തിട്ട് അതെന്തെങ്കിലും കുറുക്കിനകത്ത് വെച്ച് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ബേബീസിന് കൊടുക്കണം, അത് മസ്റ്റ് ആണ്. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തുകൊണ്ട് എന്താണ് ഹെൽത്ത് ബെനിഫിറ്റ് എന്നാണ്? ഇപ്പൊ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത്? ഫസ്റ്റ് തന്നെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ എനർജി കിട്ടും. ഇത് അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്, ഫൈബർ ഉണ്ട്, അത്യാവശ്യമുള്ള എല്ലാ മിനറൽസ് ഉണ്ട് ബേബീസിന് എനർജി കിട്ടാൻ വേണ്ടി. അപ്പൊ കാരണം പിള്ളേര് ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു വയസ്സ് കഴിയുമ്പോൾ അവര് നടക്കാനും അതുപോലെ തന്നെ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങും. അപ്പൊ ആ ഒരു ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ കിട്ടേണ്ട അത്യാവശ്യമാണ്. നമ്മള് നട്ട്സ് മസ്റ്റ് ആയിട്ട് കുഞ്ഞിന്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ബേബീസിന് അനീമിയ പ്രോബ്ലം വരാറുണ്ട്, അയൺ ഡെഫിഷ്യൻസി കാണും, അയൺ ബോഡിക്കകത്ത് ശരിക്കും കാണത്തില്ല, ബ്ലഡ് ഹിമോഗ്ലോബിൻ. അപ്പൊ ഹിമോഗ്ലോബിൻ കുറവായിരിക്കും, അത് കാരണം തന്നെ അയൺ പ്രോബ്ലം വരും. അനീമിയ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് അത്യാവശ്യമുള്ള ന്യൂട്രീഷൻസും ഫൈബേഴ്സും ഉണ്ട്. ആ ഹിമോഗ്ലോബിൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബോഡിയിൽ അയൺ കുറയുന്നതുകൊണ്ടാണല്ലോ ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പൊ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ആ പ്രോബ്ലം വരാതിരിക്കും. എല്ലാ അമ്മമാർക്കുള്ള ഒരു ടെൻഷനാണ് ഈ കുഞ്ഞു പിള്ളേരിൽ കോൺസ്റ്റിപ്പേഷൻ, വയറ്റിന് പോകാത്തത്. അത് വലിയൊരു ടെൻഷൻ തന്നെയാണ്. ഫൈബർ നല്ലപോലെ ഡ്രൈ ഫ്രൂട്ട്സിനകത്തുണ്ട്. അപ്പം അത് കാരണം കുഞ്ഞുങ്ങളുടെ വയറ്റിന് പോകാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽത്തി ആക്കാനും ഡ്രൈ ഫ്രൂട്ട്സ് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിനകത്ത് കുറെ പ്രോബയോട്ടിക്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനും ഈ നട്ട്സ് പൗഡർ അല്ലെങ്കിൽ നട്ട്സ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതിന് കുഞ്ഞുങ്ങളുടെ ബോൺ ഹെൽത്തും ഐ ഹെൽത്തും. ഈ ബോൺ ഹെൽത്തും ഐ ഹെൽത്തും ഇംപ്രൂവ് ചെയ്യാനും നമ്മൾ ഈ നട്ട്സ് പൗഡർ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് വിറ്റാമിൻ എയും അതുപോലെ കാൽഷ്യമും ഉണ്ട്. അപ്പൊ അത് വിറ്റാമിൻ എ കുഞ്ഞുങ്ങളുടെ കാഴ്ച ശക്തിയും അത് കൂട്ടാനും അതുപോലെ കാൽഷ്യം അതിനകത്തുള്ളത് കുഞ്ഞുങ്ങളുടെ ബോൺസ് സ്ട്രോങ്ങർ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ബ്രെയിൻ ഡെവലപ്മെന്റ് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും ഹെൽപ്പ്. 1 വയസ്സ് തൊട്ടൊരു 3 അല്ലെങ്കിൽ 4 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ ഗ്രോയിങ് സ്റ്റേജ് ആണ്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കൊടുക്കുന്നതിന് കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ബട്ട് അത് കൊടുക്കരുത്. കൂടുതൽ കൊടുത്താൽ അത് കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലമും ഉണ്ടാക്കും. 1 വയസ്സ് തൊട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ ഈ നട്ട്സ് പൗഡർ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. കാരണം ന്യൂട്രീഷ്യസ് ആയിട്ട് ഫുഡ് കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ ഒക്കെ വരാതെ കുഞ്ഞിനെ ബാക്ടീരിയ ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എനർജി കിട്ടുന്നത്. ഫ്രൂട്ട്സ് കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകും ഇപ്പൊ അറിഞ്ഞല്ലോ. ഇനിയിപ്പൊ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങൾക്ക് ഇനിയിപ്പോ മസ്റ്റ് ആയിട്ട് അമ്മമാര് കൊടുക്കണം. ബ്രെയിൻ ഡെവലപ്മെന്റ് ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് ഫുൾ ഓൺ എനർജി അല്ല, 24 മണിക്കൂർ അങ്ങോട്ടോട്ടെ ഇങ്ങോട്ടോട്ടെ ചാട്ടം പറിച്ചിലല്ലോ. അപ്പൊ ആ ടൈമിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് അത് കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ എനർജിയും കിട്ടും, നല്ല ന്യൂട്രീഷൻസും കിട്ടും, അതുപോലെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെന്റും ഹെൽപ്പ് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ എൻഡ് ചെയ്യുന്ന. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.